ഹലോ ഗായ്സ്, എനിക്കറിയാം ഒരുപാട് നല്ല ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മടിയായിരുന്നു, പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ വിജയ് ടി വിയിൽ ജോഡി ആർ യു റെഡി സീസൺ 2 എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്. ഇവിടുന്ന് ഞാൻ ചെന്നൈക്ക് പോവാണ്, ബിക്കോസ് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ് ഗായ്സ്. സോ ബാക്കി ഞങ്ങൾ എലിമിനേറ്റ് ആയ ഞങ്ങളുടെ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാവരും ചേർന്ന് പെർഫോമൻസ് ഉണ്ട്, ആൻഡ് വി ഹാവ് ടു സപ്പോർട്ട് അവർ ബാക്കി ഫൈനലിസ്റ്റ് കണ്ടസ്റ്റൻസ്. സോ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ കാണിക്കാം. ഞാൻ എൻ്റെ ലോങ് വീഡിയോസ് പോലും ഷോർട്ട് ആക്കിയാണ് എടുക്കാറുള്ളത്. സോ ഐ വിൽ മേക്ക് ഷുവർ ഇതും അങ്ങനെ ഒരു ഷോർട്ട് ക്രിസ്പി വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ളത്. സോ വെൽക്കം ബാക്ക്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ സ്കിൻ ഇങ്ങനെയായിരുന്നു ഗൈസ്. നിങ്ങൾ കാണണം. തിരിച്ച് വരുമ്പോൾ എൻ്റെ സ്കിന്നും ഇപ്പോൾ എൻ്റെ സ്കിന്നും കൂടെ നിങ്ങൾ കാണണം. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും എനിക്ക് എൻ്റെ എല്ലാ അൽക്കുലത്തെ സാധനങ്ങളും വേണം. അതാണ് ആ ചുവന്ന പെട്ടി നിങ്ങൾ കണ്ടത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ഞാൻ പെട്ടി മാറ്റി ബാഗാക്കി. പിന്നെ സമയമില്ലാത്ത സമയത്ത് ഞാൻ പോയി ത്രെഡൊക്കെ ചെയ്ത് ബസ് ഞാൻ പിടിച്ചൊക്കെയാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് കയറി 6:30-ക്കായിരുന്നു ബസ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ഹോട്ടലിൽ മുട്ടുസൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടുന്ന് സ്നാക്സായിട്ടും വലിയ കാര്യമായിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇരുന്ന 2 പരിപ്പ് വട വാങ്ങി, അത് കഴിച്ചു. പിന്നെ ഒരു സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങി. എനിക്ക് ബസ്സിൽ പോകുന്നതാണ് കേട്ടോ കംഫർട്ടബിൾ. നൈറ്റ് അതാണ് അടിപൊളി. അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചെന്നൈയിലെത്തി. ഈ അപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ഞാൻ നിന്നിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുന്ന സമയത്തിന് നിന്നിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ്. സോ വന്നു, കിടന്ന് കുറച്ച് ഉറങ്ങി. എന്നിട്ട് ഫ്രഷായി റെഡിയായി ഞാൻ താഴെ ഫുഡ് മേടിക്കാൻ പോയതാണ്. ഫുഡ് മേടിച്ച് തിരിച്ചു വന്നു. ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട് ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പം ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഊബർ എടുത്തു. അമ്മയുണ്ട്, അമ്മ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഊബർ എടുത്ത് പ്രാക്ടീസ് നടക്കുന്നിടത്തോട്ട് പോവാണ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ക്ലൈമറ്റാണിത്. ഭയങ്കര ചൂട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പിഗ്മെൻറ്റേഷനൊക്കെ വന്നു കേട്ടോ സ്കിന്നിന്. തിരിച്ചു വന്നു, നന്നായിട്ടൊന്ന് കുളിച്ചു. നൈറ്റ് എനിക്ക് പിസ്സ കഴിക്കാൻ തോന്നി. പിസ്സ കഴിച്ചു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇന്നും പ്രാക്ടീസ് ഉണ്ട്. ഇന്ന് എല്ലാവരും വരും കേട്ടോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ 4 പേരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ അടുത്തിരിക്കുന്നതാണ് ഹർഷിത വന്നിട്ട് മണികണ്ഠൻ്റെ പേരാണ്. ഷീസ് ഇൻ ബാംഗ്ലൂർ, പക്ഷേ മലയാളിയാണ്. അപ്പുറത്തിരിക്കുന്നതാണ് സുജിൻ മാസ്റ്ററാണ് ഞങ്ങൾക്ക് ഇന്ന് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളിക്കാൻ വേണ്ടി കുട്ടികളുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇതാണ് ഞാൻ ചെയ്ത ഡാൻസ്. അതായത് ഞങ്ങൾ ഒരേ പാട്ടിനും തൊട്ട് പേസും സുൽത്താൻ ആ സോങ്ങാണ് ചെയ്തത്. ഞങ്ങൾ 4 പേരുണ്ട്. ഞാൻ, ഹർഷിത, പിന്നെ സീസൺ 1 ഡോളി ഡോൾ. ഞങ്ങൾ 4 പേരും കൂടി 4 പേര് 4 പോർഷൻ ചെയ്തിട്ട് ലാസ്റ്റ് ഒരുമിച്ച് ചെയ്യും. ഇതെൻ്റെ പോർഷനായിരുന്നു. ആ ലിറിക്സ് വരുന്ന പോർഷനാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ ഭയങ്കര ഗ്രേസ് ആയിട്ട്, ഭയങ്കര പവറൊന്നുമല്ല. കാരണം ഗ്രാൻഡ് ഫിനാലാണ്, ഒരു സെലിബ്രേഷൻ മൂഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡാൻസൊക്കെ. അപ്പം അതൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ എല്ലാ ഗേൾസും ഉണ്ടായിരുന്നു. പ്രിയങ്ക, റിയ, ഡോളി, ഹർഷിത. ഞങ്ങൾ പിന്നെ വെറുതെ പുറകിൽ പിള്ളേരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ കിടന്ന് വെറുതെ എന്തൊക്കെ കാണിക്കുമായിരുന്നു. പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞു. ബിക്കോസ് നാളെ നമുക്ക് സ്റ്റേജ് റിഹേഴ്സലുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് എന്തായാലും പോകണം. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് റഫായിട്ട് ചെയ്ത് വെച്ചിട്ട് പോവാണ്. ഇത് പിന്നെ പ്രാക്ടീസിനിടയ്ക്ക് എൻ്റെ കൈ കൊണ്ട് അവിടെ മുറിഞ്ഞു. പിന്നെ ഒരു പിമ്പിൾ ഉണ്ടായിരുന്നു, അത് പൊട്ടി. എനിക്കറിയില്ല ഗായ്സ്, മൊത്തത്തിൽ ഡാമേജ് ആയി എൻ്റെ സ്കിന്ന്. ഇത് പിറ്റേ ദിവസം നമ്മൾ സ്റ്റേജ് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. EVP സ്റ്റുഡിയോയിലാണ് ചെമ്പ്രമ്പക്കം. ഇത് സ്റ്റേജ് റിഹേഴ്സലാണ് കേട്ടോ. എനിക്ക് പാട്ട് വെച്ച് തരണം എന്നുണ്ട്, പക്ഷേ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് പാട്ട് വയ്ക്കാത്തത്. സ്റ്റേജ് ഭയങ്കര അടിപൊളിയാണ്. ജോഡി ആർ യു റെഡിന് കുറച്ചുകൂടി വലുതാണ്. സീസൺ 1 കുറച്ചുകൂടി വലിയ സ്റ്റേജാണ് സീസൺ 2. അപ്പം എന്തായാലും ഗ്രാൻഡ് ഫിനാലെയൊക്കെ കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട് ആ സ്റ്റേജും. എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. ക്രൂ, നമ്മുടെ ഡയറക്ടേഴ്സ് ടീം എല്ലാവരും അടിപൊളിയാണ്. ഭയങ്കര ജോളി ആയിട്ടുള്ള ടീമാണ്. ഇപ്പം റിയോ ആയാലും, ഏഞ്ചലിൻ, സാൻഡി മാസ്റ്റർ, രംഭ മാം, ശ്രീദേവി മാം, എല്ലാവരും ഭയങ്കര സ്വീറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പെർഫോമൻസും ഞങ്ങൾക്കൊക്കെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും കൂടിയായിട്ട് അവസാനമായിട്ട് ചെയ്യുന്നൊരു പെർഫോമൻസ് ആണല്ലോ. അതിൻ്റേതായിട്ടുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാട്ട് കൊടുക്കാൻ ഒരു നിവർത്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ആക്ഷൻ കാണുക. ഞാൻ പറഞ്ഞില്ലേ, തൊട്ട് പേസും സുൽത്താനാണ്. അതിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. അതിനകത്ത് സുൽത്താന ഇതിൽ വരുമ്പോൾ ഞങ്ങൾ സിഗ്നേച്ചർ സ്റ്റെപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റ് അവിടെ പോയി ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന 2 ചേട്ടന്മാർ കൊറിയോഗ്രാഫറും പിന്നെ അവരുടെ അസിസ്റ്റൻസും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇത് വെളിയിലാണ്, ഞങ്ങൾ പുറത്ത്
ബ്രെഡ് ഓംലേറ്റ് കഴിക്കാൻ വന്നതാണ്. ഇത് പിറ്റേ ദിവസം പെർഫോമൻസിൻ്റെ അന്നാണ്. ഇതായിരുന്നു ഞങ്ങളുടെ കോസ്റ്റ്യൂം. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളത് അർച്ചനയാണ്. അർച്ചന ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ മേക്കപ്പ്. ഞങ്ങൾ രാവിലെ 10 മണിക്ക്, അതായത് ഈ സ്പെഷ്യൽ പെർഫോമൻസസ് ആണ് ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പൊന്നോട് പോയി ഞങ്ങൾ 10 മണിക്ക് 10:30 ആയപ്പോൾ ഞങ്ങൾ റെഡിയായി. പക്ഷെ ഞങ്ങൾ പെർഫോം ചെയ്തത് നൈറ്റാണ്. നൈറ്റ് ഒരു 9:30-10 മണിക്കാണ് ഞങ്ങൾ പെർഫോം ചെയ്തത്. പക്ഷെ അത്രയും നേരം എനിക്ക് മേക്കപ്പ് ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ. ഫുള്ള് നല്ല ആളുണ്ടായിരുന്നു. ஸ்டார்டிங் பாயிண்ட். ஆனால் இந்த பிள்ளை ஸ்டேஜில் ஆடி ஒரு துணிவு, நம்பிக்கை, அதை வச்சு அப்போ இவங்க ஒரு ரோல் மாடல் எல்லாருக்கும். ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണണം, ഹോട്ട്സ്റ്റാറിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഫോട്ടോ എന്തിനാണ് ഇവിടെ ഇട്ടതെന്നുള്ളത്. ഇത് രംഭ മാമിൻ്റെ ഹസ്ബൻഡുമാണ്. അവർ 2 പേരുണ്ടല്ലോ. ഞാൻ ഈശ്വരനോട് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഇനിയും കൊടുക്കട്ടെ. കാരണം അത്രയും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ അത്ര മനസ്സുള്ള 2 പേരാണ്. സച്ച് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. വളരെ സിമ്പിളായിട്ടുള്ള 2 പേരാണ്. ഇതങ്ങനെ റിസൾട്ട് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ റാണിക്കും അഭിനവിനുമാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് അവിടെ നിൽക്കുന്ന ഓരോ ഫൈനലിസ്റ്റുകളും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളവർ തന്നെയാണ്. ആർക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആൻഡ് അതുപോലെ ഈ സീസൺ 2 2 പേർക്ക് റണ്ണറപ്പ് ഉണ്ടായിരുന്നു. അരുണിമ ഗുരുനാഥനും അനന്യ ഗൗരീശങ്കറിനും. ഹലോ ഗായ്സ്, അങ്ങനെ ഗ്രാൻഡ് ഫിനാലെയൊക്കെ കഴിഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം കവറപ്പ് ചെയ്യാൻ പറ്റിയിട്ടൊക്കെ ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ഇട്ടെങ്കിലും നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ പറയാം എന്താ നടന്നതെന്നൊക്കെ ഉള്ളത്. ഞാൻ വന്നപ്പോൾ തന്നെ 5 മണിയായി. ആഫ്റ്റർ പാർട്ടി ഉണ്ടായിരുന്നു. ഞാൻ പോയില്ല ബിക്കോസ് ഐ വെരി സ്ലീപ്പി. സോ വന്നു, കിടന്നുറങ്ങി. ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഒരു 11 മണിയായി. ഞാൻ തിരിച്ചു പോവാണ് ട്രിവാൻഡ്രത്തേക്ക്. സോ 4:30-ക്കാണ് ബസ്. അപ്പം കാണാം. അങ്ങനെ ഞാൻ കുറച്ച് കിടന്നൊക്കെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റു പതുക്കെ. കാരണം പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ളത് പാക്കൊക്കെ ചെയ്ത് വച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് തന്നെയാണ് കേട്ടോ തിരിച്ചിട്ടുകൊണ്ട് പോകുന്നത്. കണ്ടോ എൻ്റെ സ്കിന്ന് ഫുൾ, എനിക്ക് ചൂട് ഭയങ്കരമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ വരും. വീഡിയോയിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് അറിഞ്ഞില്ല. കണ്ടോ ഞാൻ പെട്ടി മാറ്റിയിട്ട് അവസാനം ഈ 2 ബാഗിലായിട്ടാണ് കൊണ്ടുവന്നത്. ഡാർക്ക് സർക്കിൾസൊക്കെ ഭയങ്കരമായിട്ട് വന്നു തുടങ്ങി. ബിക്കോസ് പിഗ്മെൻറ്റേഷനാണ്. എനിക്ക് വെയിൽ ഒട്ടും പറ്റില്ല. ഭയങ്കരമായിട്ട് ബേണിങ് സെൻസേഷൻ ഉണ്ടാവും സ്കിന്നിന്. തിരിച്ച് പോകുമ്പോഴും വൈകിട്ടാണെങ്കിലും നല്ല ചൂടാണ്. എന്നിട്ട് ഞങ്ങൾ ഊബറൊക്കെ പിടിച്ച് കറക്റ്റ് ടൈമിന് ബസ്സിൽ കയറി. ഈ ബസ്സിനെ പറ്റി പറഞ്ഞു കേട്ടോ, ഭയങ്കര അടിപൊളി സർവീസാണ്. SBM എന്നാണ്. വലിയ റേറ്റൊന്നുമില്ല, പക്ഷേ നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. ബെഡൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ ചെന്നൈയോട് ടാറ്റ ബൈ ബൈ പറയാണ് ഗൈസ്. ഞാൻ ഒരുപാട് സ്പെഷ്യലായിരുന്നു ഈ റിയാലിറ്റി ഷോ. എനിക്ക് ഭയങ്കര, അതായത് ഞാൻ കുറേ നാളിന് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. സോ അങ്ങനെ തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി ബസ്സിൽ കയറി. നീണ്ട 4 മാസത്തെ ജേർണിയാണ് ജോഡി ആർ യു റെഡീൻ്റെ. കഴിഞ്ഞു, ഫിനാലെ കഴിഞ്ഞു. ഒബ്വിയസ്ലി മിസ് ചെയ്യും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി. എനിക്കൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ മച്ച് സ്പെഷ്യൽ. സോ യാ ഗൈസ്, വേറൊരു വീഡിയോയിൽ കാണാം.